ഞാൻ എപ്പോഴും മാലിനിയോട് ചോദിക്കും, ഇന്ദുവിന്റെ അച്ഛനെന്താ ഇങ്ങോട്ടൊന്നും വരാത്തെന്ന്. വല്ലപ്പോഴൊക്കെ വരാൻ കേട്ടോ. ലവ് മാരേജ് ആണല്ലേ? അവള് രാമായണം മുഴുവൻ പറഞ്ഞോ? പെണ്ണുങ്ങൾ തമ്മിൽ കണ്ടാൽ അല്പം നുണയൊക്കെ പറയണ്ടേ? കലയുടെ അച്ഛൻ ഉടനെ വരുന്നുണ്ടോ? ഇപ്പൊ പോയിട്ട് 2 വർഷമായി. ഇനി 1 വർഷം കൂടി കഴിയണം. ആ, മോളുടെ അച്ഛന് മനസ്സിലായോ? ആ ചെറിയ താടി വെച്ചിരിക്കുന്നില്ലേ, അതാ. ചോറ് ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. പോകുമ്പോ കഥ നന്നായി ലോക്ക് ചെയ്യണേ. ഓ ശരി മാഡം. തമാശയല്ല, കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്ന് കേട്ടു. ഓക്കെ ഓക്കെ, വരട്ടെ. ഓ ബൈ. സ്വന്തവും ബന്ധവും മിഥ്യയല്ലേ, ദാഹവും മോഹവും സ്വാർത്ഥമല്ലേ ഇവിടെ. ഒന്ന് ശബ്ദം കുറയ്ക്ക്. സ്വന്തവും ബന്ധവും നല്ല കുട്ടിയാ, എനിക്ക് പിടിച്ചു. ഞങ്ങൾ ഉണ്ടക്കണ്ണീന്ന് കളിയാക്കി വിളിക്കും. ഉണ്ടക്കണ്ണൊന്നല്ല, ആണുങ്ങളൊക്കെ കറക്കാൻ പറ്റിയ കണ്ണാ. ആ, മോളെവിടെ? രണ്ടും കൂടെ അതാ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. കണ്ടോ അച്ഛന്റെ കൂട്ടുകാരനെ? മോൾക്ക് മനസ്സിലായി? ആരെ കണ്ടാലും ഇവളിങ്ങനെയാ. ഇതല്ല, ചില ആത്മബന്ധങ്ങളുടെ തെളിവാണ്. എന്നു മുതലാ നിനക്ക് ഈ വിശ്വാസമൊക്കെ തുടങ്ങിയത്? കോളേജ് വിട്ടതിൽ പിന്നെ എന്റെ ലൈഫ് ഒറ്റപ്പെട്ടതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് സുഹൃത്തുക്കളെ കുറിച്ചുള്ള ചില ഓർമ്മകൾ മാത്രം. ആ, പണിയായോ? എവിടെന്ന്? ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങി. അതിങ്ങനെ തിരക്കില്ലാതെ പോകുന്നു. ആ, മോർണിംഗ് വാ, അങ്കിൾ കാപ്പി കുടിക്കട്ടെ. മാലിന്യക്ക് നല്ല ചേഞ്ച് ഉണ്ട്. ശരിക്കും ഒരമ്മ തന്നെ. അമ്മയല്ല, അമ്മുമ്മ. ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. എ എന്ന് വെച്ചാൽ അന്ധവിശ്വാസം ഒന്ന്. വെറുതെ പറയാ. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം നകുലൻ അറിയാവല്ലോ. ആ, അതിന് മാറ്റം വന്ന് കാണും. ആ, നിങ്ങളൊക്കെ ഒരു വർഷമാണല്ലോ. അയ്യോ, ശരി. ഞാനേ നമ്മള് അതേ മുഴുവൻ തിന്നല്ലേ, കുറച്ച് മാമനും വേണം. തരാം. ഞാൻ ഓഫീസിൽ പോട്ടെ, ഹാഫ് ഡേ ലീവ് എടുത്ത് വരാം. നകുല എവിടെ ഇരിക്കട്ടെ, ആദ്യം വന്നതല്ലേ, ഊണ് കഴിച്ചിട്ട് വിടാം. അതൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്ന് പോണ്ട. അവൻ നിന്റെയും ക്ലാസ്മേറ്റ് അല്ലേ? ഭർത്താവില്ലാത്ത സമയത്ത് വേറെ ആരും അങ്ങനെ വീട്ടിലിരിക്കാൻ പാടില്ല എന്നാര് പറഞ്ഞു? അമ്മൂമ്മ. അയ്യോ, നിന്റെ ഒരു അമ്മൂമ്മ. അന്നെ വധിച്ചു വിട്ടവരല്ലേ, അവരെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് വേണം 10 വാക്ക് പറയാൻ. പറയുമ്പോ ഇത്തിരി വിഷമം തോന്നിയാലും സാരമില്ല, അതാ നല്ലത്. ഒരു പ്രത്യേക ടൈപ്പാ. വെറുതെ ഓരോന്നിങ്ങനെ സംശയിക്കും. അത് ശരി. ബാക്കി കുടുംബകാര്യങ്ങളൊക്കെ ഓക്കെ. കൂട്ടാനൊക്കെ വെച്ച അസലായിരിക്കും. പഴയ തറവാട്ടുകാരല്ലേ. ഇക്കാലത്ത് ഇത്തരം പെൺകുട്ടികളെ കാണാൻ തന്നെ കിട്ടില്ല. നീ ഭാഗ്യവാനാടാ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും. അത് സാരമില്ല, കുറച്ചൊക്കെ ദേഷ്യം വരണം. അല്പം നേരം അകന്നിരിക്കണം, പിന്നെ അടുത്തിരിക്കണം, പിന്നെ അകന്നിരിക്കണം, പിന്നെ അടുക്കണം, പിന്നെ അകലണം, അടുത്തടുത്ത് അകന്നകന്ന്, അടുത്തടുത്ത് അകന്നകന്ന്. അങ്ങനെ ആകുമ്പോഴേ സ്നേഹത്തിന്റെ വില ശരിക്കും മനസ്സിലാവൂ. ആവാ പോവാ. അമ്മേ, ഒരു കഥ പറ. മിണ്ടാതിരി മോളെ. അമ്മേ, ഈ നീണ്ട കഥ ഒന്ന് വായിച്ചു തീർക്കട്ടെ. നാളെ വായിക്കാം. വിട്. മോള് പോയി അച്ഛനോട് ഒരു പാട്ട് പാടാൻ പറ. ചെല്ല്. അച്ഛാ, അച്ഛാ, ഒരു പാട്ട് പാട്. അച്ഛൻ ഇപ്പം വയ്യ, മോള് പോ. സാറേ, ഒന്ന് നോക്കണം. ഒരു പാട്ട്. എത്ര നാളായി? വെറുതെ അവിടെ ഇരിക്കെ, നല്ല പുസ്തകമാ, ഇതൊന്ന് വായിച്ചു തീർക്കട്ടെ. അച്ഛനും മോളൊന്നും ഉറക്കം വേണ്ടിട്ട് ലക്ഷണമില്ലല്ലോ. എവിടെ? പല്ല് തേക്കുന്നു. വരൂ.
അല്ല എണീക്കാൻ ലേറ്റായെന്ന് തോന്നുന്നല്ലോ. ഒരു നല്ല പുസ്തകം കിട്ടി, വായിച്ചിരുന്നു. ഉറങ്ങാൻ താമസിച്ചുപോയി. പിന്നെ ഇന്ന് ലീവാണല്ലോ. വൈകുന്നേരം ആഹാരം വീട്ടിൽ. ഇന്ന് ക്രിസ്മസ് അല്ലേ? ഓ, ഞാനതങ്ങ് മറന്നു. വിഷ് യു ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. നേരത്തെ പറഞ്ഞേ, മോള് കയറി പിണങ്ങിയില്ലെങ്കിൽ വരാം. അവള് കുഴപ്പമൊന്നും കാണിക്കില്ല. ആ വന്നില്ലെങ്കിൽ അല്ലേ പിന്നെ അങ്ങനെ വിളിച്ചാലൊന്നും ഞാൻ വരില്ല. ഇവിടെ വന്ന് വിളിക്കണം. ഇതാ അടുത്ത് അങ്ങോട്ട് തന്നെ. അവര് കൂട്ടുകാർ നമ്മൾ എന്തോ സംസാരിക്കുക. കഴിഞ്ഞാൽ ഉടൻ വരാം. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, ഒന്നും തോന്നരുതേ. അപ്പൊ പിന്നെ അത് പറയരുതായിരുന്നു കേട്ടോ സാറേ. ഇത് പെണ്ണുങ്ങളുടെ ഒരു അടവാണ്. വെറുതെ ഇരിക്കാം. എനിക്കിഷ്ടമാ. പിന്നീടാട്ടെ. ഒരിക്കൽ മതി. അങ്കിൾ, എനിക്കും ഇവിടെയും. ഞാൻ വല്ലതും പറഞ്ഞ ഉടനെ പറയും അത് കൊച്ചുകുട്ടിയല്ലേ, നിനക്ക് പ്രാന്തുണ്ടോന്ന്. പിന്നെ കുറച്ച് ചീത്തയും. 10 വയസ്സ് കഴിഞ്ഞാ പെൺകുട്ടികൾ വലുതാവും. ഇത് ഓരോരുത്താ പറഞ്ഞ് മനസ്സിൽ. നിന്റെ അമ്മ അടുക്കളയിൽ തകർക്കുന്നുണ്ടല്ലോ മോളെ. അച്ഛൻ നോക്കിട്ട് വരാം. എന്താ എത്ര ശബ്ദം? അതൊക്കെ ഉണ്ടാവും. ഞാനൊരുത്തി ഇവിടെ എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ ഇച്ചിരി ശബ്ദമൊക്കെ കേൾക്കും. നിങ്ങൾക്ക് അയൽവക്കത്തെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരുന്നാ മതിയല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? വേലക്കാരിയെ വേണോ? ഞാൻ ഇടയ്ക്ക് തരാം. ഒരു 17നും 20നും ഇടയ്ക്ക് നല്ല സുന്ദരിയായ ഒന്നിനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ? അയ്യോ, അതൊന്നും വേണ്ട കേട്ടോ. പോയി നടാ പറഞ്ഞോളെ. ഇത്രയും പോവാൻ എന്തായപ്പോ ഉള്ളത്? മാലിനേ, മാലിനേ. മനസ്സിലായില്ല. എന്നെ ഓർക്കുന്നില്ല അല്ലേ? കല്യാണത്തിന് പാലും പഴവും കഴിക്കുമ്പോ ഞാൻ അടുത്തുണ്ടായിരുന്നു. മാലിനി എന്റെ മുറപ്പെണ്ണാ. ഓ, ആ മാലിനെ കണ്ടേ? വരൂ. ചേട്ടൻ ആദ്യം പോ. ഇരിക്കൂ. മാലു, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. എന്താ പേര്? സുന്ദരൻ. ആരാ? സുന്ദരൻ ചേട്ടനോ? എപ്പോ വന്നു? വീട്ടിൽ അമ്മാവനമ്മയൊക്കെ സുഖാണോ? ചേട്ടനെന്താ ക്ഷീണിച്ചു പോയത്? എല്ലാം നീ തന്നെ ചോദിച്ചാലോ? അങ്ങനെയും കൂടെ അപ്പൊ സമയം കൊടുക്ക്. സ്വന്തക്കാരെ കണ്ട അങ്ങനെയാ? വല്ലപ്പോഴും കാണുന്നല്ലേ? ഓ, അന്ന് ഞാൻ കണ്ടല്ലോ ഒരുത്തി ഇവിടെ വന്നപ്പോ കിടന്ന് ചാടിയ ചാട്ടം. ഇത് അതുപോലെയല്ലോ. കണ്ടോ അവള് പാത്തി മാറിയത്? ആ, നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയും. എനിക്ക് അല്പം ജോലിയുണ്ട്. അയ്യോ, ചേട്ടൻ ദേഷ്യം വന്നിട്ട് പോയതാണോ? ഏയ്, ഞങ്ങൾ അങ്ങനെയാ. ഞാൻ പേടിച്ചു പോയി. ആ, മീനാശിവലിമ സുഖമായിരിക്കുന്നു. ഞാറക്കില്ല അപ്പൂപ്പിന് സൂക്കടാണെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഭേദമായി. പിന്നെ വടക്കേതിലെ മുത്തശ്ശിയില്ലേ? വടക്കേതിലെയോ? നമ്മുടെ കുഞ്ഞുണ്ണി മുത്തശ്ശന്റെ മരിച്ചുപോയി. അതെയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയാൻ? വീട്ടിലോട്ട് പോയിട്ട് വർഷം 2 ആ, ചേട്ടൻ വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ചായ കൊണ്ടുവരാം. അകത്ത് മുണ്ടുണ്ട്, മാറ്റിക്കോളൂ. അയ്യോ, ചേട്ടനൊന്നും അങ്ങോട്ട് വരില്ലെന്നേ. അമ്മേ, ആന്റിയോ? അവിടെ ഇരിക്കുന്ന. എടി, അത് ആന്റി ഒന്നല്ല, അങ്കിളാ. നീ പോയി അങ്കിളിനോട് സംസാരിക്കേ. നല്ല അങ്കിളാ. അല്ല പിന്നെ നിന്റെ അച്ഛന്റെ ആൾക്കാർ മാത്രമേ നല്ല ഉള്ളൂ. അല്ല, മുറച്ചെറുക്കിന് കൊടുക്കാൻ കാപ്പി ഉണ്ടാക്കി ആയിരിക്കും. അതെ, നിങ്ങൾക്ക് അവിടെ പോയിരുന്നൊന്ന് സംസാരിച്ചൂടെ?
ഞാൻ സ്ത്രീകളോടധികം സംസാരിക്കാറില്ല. ഓഹോ, അപ്പൊ നിങ്ങളാണ് മോളെ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത്. ദേ, എനിക്കൊരു സംശയം. വന്നിരിക്കുന്നത് നിന്റെ മുറച്ചെറുക്കനാണോ അതോ എന്റെ മുറപ്പെണ്ണാണോ? ഓ, നിങ്ങളൊരു സുന്ദര കുട്ടൻ തന്നെ. എല്ലാരും ഇപ്പൊ അതുപോലെ വരുവോ? ഇങ്ങനെ കളിയാക്കുന്നത് നല്ലതല്ല കേട്ടോ. ഇന്നേനെ പറഞ്ഞയച്ചേക്കണേ. രാധാകാന്തൻ കടൽ വർണ്ണൻ ചേലക്കെട്ട കാമാദേവൻ ഗോപികമാർ നീരാടുന്നത് നോക്കി രസിച്ചു. ഒന്നൂടെ. തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല. എന്താ ഇത്? കിടന്നുറങ്ങണ്ട മനുഷ്യന്. കുട്ടികളെ പാടിക്കേപ്പിക്കേണ്ട പാട്ടാണോ ഇത്? പൊടിയത്ത്. Mm-hmm.